Good evening. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോളാർ കോർഡിനേറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് എടുക്കാറായി. അപ്പൊ അതിലേക്കുള്ള ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പോളാർ കോർഡിനേറ്റ്സ്. പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു കോർഡിനേറ്റ് സിസ്റ്റം തന്നെയാണ്. വേർ ഓരോ പോയിന്റിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഡിസ്റ്റൻസ് ആറും ഒരു ആംഗിൾ തീറ്റ കൊണ്ടുമാണ്. ദാറ്റ് ഈസ് ഒരു ഡിസ്റ്റൻസ് ഈ പോയിന്റ് പി നമ്മളുടെ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് അറിയാവുന്ന എക്സ് വൈ പ്ലെയിൻ ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഫ്രം ആൻ ഫിക്സഡ് പോയിന്റ് പോൾ അല്ലെങ്കിൽ ഒറിജിനിൽ നിന്നുള്ള ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും അതേമാതിരി തന്നെ ഒരു റെഫറൻസ് ആക്സിസിൽ നിന്ന് അല്ലെങ്കിൽ റെഫറൻസ് ലൈനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ആംഗിളുമാണ് നമ്മൾ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ സാധാരണ അറിയാവുന്ന നമ്മളുടെ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ദിസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ദ വൈ ആക്സിസ് നമ്മളുടെ ഒറിജിൻ ആണ് നമ്മൾ ഇവിടെ ഫിക്സഡ് പോയിന്റ് ആയിട്ടുള്ള പോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ പോളാർ കോർഡിനേറ്റ്സിന് രണ്ട് കാര്യങ്ങളാണ് ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് പോളും ഒന്ന് പോളാർ ആക്സിസും. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ നമ്മുടെ ഒറിജിൻ നമുക്ക് പോളായിട്ട് കൺസിഡർ ചെയ്യാം. ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇനി ആ സിസ്റ്റത്തിൽ വരുന്ന എല്ലാ പോയിന്റ്സിനെയും മെഷർ ചെയ്യാൻ പോകുന്നത്. ആ പോയിന്റിൽ നിന്ന് ആ ഫിക്സഡ് പോയിന്റ് ആയിട്ടുള്ള പോളിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു ആർബിട്രറി പോയിന്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ ആറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പോളിൽ നിന്ന് നമ്മുടെ പോയിന്റ് പിയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു റേ വരച്ചു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ ആർ എന്ന് പറയുന്നതും. അതേമാതിരി തന്നെ നമ്മുടെ റെഫറൻസ് ആക്സിസ് അല്ലാന്നുണ്ടെങ്കിൽ പോളിൽ നിന്ന് വലത്തോട്ട് പോകുന്ന ആ ഒരു എമിനേറ്റിംഗ് ആക്സിസ് ഇനീഷ്യൽ റേ നമ്മളുടെ എക്സ് ആക്സിസ് ആണ് നമ്മളുടെ പോളാർ ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ പോളാർ ആക്സിസ് ആണ് എക്സ് ആക്സിസ്. സോ പോളാർ ആക്സിസിൽ നിന്ന് നമ്മളുടെ പോയിന്റ് പിയിലേക്കുള്ള ആ ഒരു ആംഗിൾ എത്രത്തോളം നമ്മുടെ പോളാർ ആക്സിസ് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ പിയിലേക്കുള്ള ഈ റേ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഇസ് ദ ആംഗിൾ മെഷർഡ്. ഓക്കെ, സോ ദിസ് ആംഗിൾ ഇസ് നോൺ ആസ് തീറ്റ. അപ്പൊ നമ്മൾ ഈ പോയിന്റിനെ ആർ കോമ തീറ്റ, ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ആൻഡ് ദ angle from the polar axis. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണമാണ് നമ്മളെ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു പോയിന്റിനെയും അല്ലെങ്കിൽ ഏതൊരു പോയിന്റിനെയും പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ കോമ തീറ്റ, വേർ ആർ ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് പി ഫ്രം ദ പോൾ അല്ലെങ്കിൽ ഒറിജിൻ ആൻഡ് തീറ്റ ഇസ് ദ ആംഗിൾ കറസ്പോണ്ടിങ് ടു ദ അല്ലെങ്കിൽ മെഷേർഡ് കറസ്പോണ്ടിങ് ടു ദ പോളാർ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോ ഏതൊരു പോയിന്റിനെയും നമുക്ക് പല രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരേ ഒരു ഫിക്സഡ് പോളാർ കോർഡിനേറ്റ്സ് അല്ല ഒരു പോയിന്റിനുള്ളത്. നമുക്കറിയാം ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ സാധാരണ മെഷർ ചെയ്യുക. സോ ദിസ് ഇസ് ദ പോസിറ്റീവ് ഡിറക്ഷൻ ഇൻ വിച്ച് വി മെഷർ ദ ആംഗിൾ. അപ്പൊ ഇവിടെയുള്ള ഒരു പോയിന്റ് ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ആണ്. അതേമാതിരി ദിസ് ഇസ് ദ ആംഗിൾ തീറ്റ മെഷർ ചെയ്തിട്ടുള്ള അപ്പോ നമ്മളുടെ ആംഗിൾ തീറ്റ. അപ്പൊ ഈ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ആർ കോമ തീറ്റ എന്ന് പറയുന്ന ഒരു ഫോം യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ദാറ്റ് ഈസ് 180 ഡിഗ്രി നമ്മൾ ഈ ആംഗിളിനെ തിരിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഈ ആംഗിളിനെ 180 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇത്ര വരും. ദാറ്റ് ഈസ് പൈ പ്ലസ് തീറ്റ. പൈ പ്ലസ് തീറ്റ. ഈ പൈ പ്ലസ് തീറ്റ എന്ന് പറയുന്നതിൽ ദിസ് ഇസ് ദ ആംഗിൾ. അപ്പോ ഡിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് കിട്ടുക. സോ ദിസ് വിൽ ബി അനദർ പോയിന്റ് P2 വിത്ത് distance r from the pole and angle pi plus theta. അപ്പോ നമ്മൾക്ക് വെക്ടേഴ്സിന്റെ കാര്യത്തിൽ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ അല്ലെങ്കിൽ ഏതൊരു പോയിന്റ് ഫിക്സഡ് പോയിന്റ് ഇനീഷ്യൽ പോയിന്റ് എന്നാണ്. ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് നമ്മുടെ ഫൈനൽ പോയിന്റിലേക്കുള്ള ആ ഒരു മെഷറിംഗിനെയാണ് നമ്മൾ അവിടുത്തെ പോസിറ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേ റേനെ തന്നെ നമ്മൾ
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ -r വെച്ച് ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു റേ ആണ് r എന്നുണ്ടെങ്കിൽ, ഒരു റേ ആണ് r എന്നല്ല, അതിന്റെ ഡിസ്റ്റൻസ് ആണ് r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പോകുന്ന ഈ ഒരു റേനെ നമുക്ക് -r ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോ നമ്മൾ ഈ പോയിന്റിനെ നമുക്ക് r, വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സെയിം ലെങ്ത് വരുന്ന ഒരു റേ തന്നെയാണ്, r തന്നെയാണ് നമ്മളുടെ അവിടെ ലെങ്ത് ഓഫ് ദാറ്റ് റേ വരുന്നത്. ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു റേ. സോ അതിന്റെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ടോട്ടൽ ഇവിടെ തൊട്ട് ഇതുവരെ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ നമുക്ക് π+θ എന്ന് പറയുന്ന ആംഗിൾ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ഈ ഡിസ്റ്റൻസിൽ വരുന്ന റേനെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യിപ്പിച്ചു ഫ്രം ദ പോൾ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഇതിനെ തിരിച്ച് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ -r എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോ ഇത് -r എന്ന് പറഞ്ഞെടുക്കാം. അല്ല, നമ്മൾ ഒറിജിനിൽ നിന്നാണെങ്കിൽ ഇത് r എന്ന് പറയുന്നതും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒറിജിനിൽ നിന്ന് പോകുന്നതെങ്കിൽ നമ്മൾ ഇതിനെ -r എന്ന് പറഞ്ഞും വിളിക്കും. സോ സെയിം പോളിൽ നിന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പൊ നമ്മളുടെ ഇവിടെ പോളിൽ നിന്ന് r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിത്ത് ആംഗിൾ πθ ആൻഡ് സെയിം ലെങ്ത് വരുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആംഗിൾ π+θ എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദിസ് ഗിവൺ റേ. അപ്പൊ നമ്മള് ഈ π+θ എന്ന് പറയുന്നതിനെ സെയിം റേനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേ പോയിന്റ് തന്നെ കിട്ടും. അപ്പൊ പോയിന്റ് P-നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർഡിനേറ്റ് ആണ് r, θ. അതേമാതിരി തന്നെ -r, π+θ. ദാറ്റ് മീൻസ് π+θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നതാണ്. സോ അവിടെ പോസിറ്റീവ് ഡയറക്ഷനിലുള്ള നമ്മളുടെ പോയിന്റ് P അല്ലെങ്കിൽ നമ്മളുടെ റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിലേക്ക് പോകും. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് എന്തായിട്ട് നമുക്ക് കിട്ടും? പിയുടെ സെയിം ഡയറക്ഷനിലേക്ക് തന്നെ നമുക്ക് അവിടെ കിട്ടും. സോ ഇതേ പോയിന്റിനുള്ള രണ്ട് ഡിഫറെന്റ് കോർഡിനേറ്റ് ഫോംസ് നമുക്ക് കിട്ടി. ഇനി വേറൊരു ഫോമും കൂടി നമുക്ക് ഇവിടെ പറയാം. ഇതേ ആംഗിൾ കിട്ടാൻ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് തീറ്റ കിട്ടിയത്. നമ്മളുടെ പോളാർ ആക്സിസിൽ നിന്ന് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് കിട്ടും? ദിസ് ഇസ് 2π - θ. 2π - θ. അതല്ലാന്നുണ്ടെങ്കിൽ സോറി 2π - θ അല്ല, -2π - θ എന്ന് പറഞ്ഞിട്ട് നമുക്കതിനെ മെഷർ ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്? ശരിക്കും നമുക്ക് എങ്ങനെയാ കിട്ടുക? ഇവിടെ നിന്ന് ആംഗിൾ ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. സോ മൈനസ് നമുക്ക് അവിടെ വരും. നമുക്ക് ടോട്ടൽ ആംഗിൾ അറിയില്ല, 2πയിൽ നിന്ന് ഒരു തീറ്റ കുറവേ ഉള്ളൂ. സോ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? r, -2π - θ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതേ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനൊരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എടുക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let us consider it to be the point P with radius 2 അല്ലെങ്കിൽ distance 2. radius അല്ല, length. ഓക്കെ, അതിന്റെ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കോർഡിനേറ്റ് ഫോംസ് പറയുന്നത് P2, π/6 ആണെന്ന് സപ്പോസ് ചെയ്യാം. So this angle is π/6 and this distance is 2. This is the x-axis, so this is the polar axis and this is the origin. So this is the pole. ഇത് പോളും ഇത് പോളാർ ആക്സിസുമാണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം 2π കോർഡിനേറ്റ് പോളാർ കോർഡിനേറ്റ്സ് 2π/6. ദാറ്റ് ഇസ് ഈ പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ഇസ് of length 2, and distance is 2, and the angle from the polar axis is calculated to be π/6. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ഡിഫറെന്റ് ഫോംസിൽ പറയണമെങ്കിൽ എങ്ങനെ ചെയ്യാം?
ഇതേ പോയിന്റിനെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ദിസ് ഇസ് 2π - π/6. ദാറ്റ് ഇസ് 2π - π/6 ചെയ്തു കഴിഞ്ഞാൽ എന്താ വരിക? 6π. 12π - π/6. That is 11π/6. This is in the negative direction നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് തന്നെയാണ് -11π/6 എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? -11π/6. സോ -11π/6 കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ദ ഡിസ്റ്റൻസ് വിൽ ബി കാൽക്കുലേറ്റഡ്, ആംഗിൾ വിൽ ബി കാൽക്കുലേറ്റഡ് ഇൻ ദ നെഗറ്റീവ്. മൈനസ് എന്നുള്ള ഫോമാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അത് എന്ത് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക? സോറി, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആംഗിൾ നെഗറ്റീവ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി പോസിറ്റീവ്. സോ നമ്മളിവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്യുമ്പോൾ മൈനസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അത് മാത്രമല്ല ഇവിടെ എന്താ പറയുന്നത്? 2π - π/6 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ -11π/6. അപ്പൊ ഇതേ പോയിന്റിനെ നമുക്ക് എങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം? 2, -11π/6 വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഇനി വേറൊരു ഫോം എന്താണ്? ഇവിടേക്കുള്ള നമ്മളുടെ റേന്റെ ഓപ്പോസിറ്റിലാണ് ഇത്. സോ ഇവിടെ ഉള്ളതിന്റെ എന്താണോ നമ്മളുടെ കോർഡിനേറ്റ് സിസ്റ്റം, അതില് നമ്മളുടെ R എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ഡയറക്ഷൻ ഓഫ് ദിസ് റേനെ നമ്മൾ ഓപ്പോസിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേ പോയിന്റ് കിട്ടും. അപ്പൊ ഇവിടെ ഇതേമാതിരി തന്നെ 2 ലെങ്ത് വരുന്നതാണെങ്കിൽ ഈ പോയിന്റ് P' നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2, ഇവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π + π/6. ദാറ്റ് ഇസ് 2, 7π/6 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ P'. ഇതിന്റെ കാണുന്നില്ലേ? അപ്പൊ ഇതിനെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു വിട്ടു. അപ്പൊ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ? ഇതിനെ നേരെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതിനെ എടുത്തിട്ട് നേരെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ പോയിന്റ് തന്നെ കിട്ടും. സോ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വേറെ എന്താണ്? -2, ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുക ചെയ്തത്. അപ്പൊ 2 എന്ന് പറയുന്നത് -2 ആകും. സോ -2 7π/6. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഫോംസിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ ശരി. അപ്പൊ ഇതാണ് നമ്മളുടെ 3 ഡിഫറെന്റ് ഫോംസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതേ ആംഗിൾ തീറ്റ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ റൊട്ടേഷൻ 2π കവർ ചെയ്തിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ആംഗിൾ തന്നെ കിട്ടും. സോ നമുക്ക് ഇതിന്റെ കൂടെ 2π എന്ന് പറയുന്നതിന്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സർക്കിൾ കവർ ചെയ്ത് പിന്നെ π/6, അടുത്ത സർക്കിൾ കവർ ചെയ്ത് π/6. അപ്പൊ സോ അവിടെ സെയിം റേ തന്നെ നമുക്ക് കിട്ടുന്നത്. സോ വേണമെങ്കിൽ നമുക്ക് ഇതിനും കൂടിയും പറയാം 2, 2nπ + π/6 എന്ന് പറയുന്നത് സെയിം പോയിന്റിനെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. കാരണം 2nπ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ 2π + π/6, 4π + π/6 എന്ന് 3 കൊടുത്തു കഴിഞ്ഞാൽ 6π + π/6 എന്നുള്ള ഫോമില്. ദാറ്റ് മീൻസ് റൊട്ടേഷൻസ് ഓരോന്നും കവർ ചെയ്തിട്ട് എഗെയിൻ π/6 നമ്മൾ കവർ ചെയ്യും ആ രീതിയിൽ. അപ്പൊ ഇത് ഒരേ പോയിന്റിനെ തന്നെ നമുക്ക് ഈ ഡിഫറെന്റ് ഫോംസിൽ നമുക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഉള്ളതാണെങ്കിൽ നമുക്ക് -r എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ -r എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈ -27 ഇതിന്റെ തന്നെ വേറൊരു ഫോമാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. 2, π/6 തന്നെയാണ് നമ്മളുടെ 2, 2nπ + π/6 ചെയ്യുമ്പോൾ നമുക്ക് വരിക. സോ ഇതിന്റെ ജനറൽ ഫോം ആണ് ഈ പറയുന്നത്. ഇനി നമ്മളിവിടെ ഒരു -2, 7π/6 പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ജനറൽ ഫോം എങ്ങനെ വരും? അത് നോക്കൂ. 7π/6. അപ്പോ ഇതേ പോയിന്റ് π + π/6 കിട്ടാൻ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ π റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും റൊട്ടേറ്റ് ചെയ്ത് വരാം. ദാറ്റ് ഇസ് 2nπ എന്ന് പറയുന്ന
2n+1 pi. That is, നമ്മൾ പൈ റൊട്ടേറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞാൽ 2π ആവും. π/6 പ്ലസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര. 3π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കഴിഞ്ഞ് ഒരു റൊട്ടേഷൻ കൂടി വരും. 5π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് എഗെയിൻ ഒരു റൊട്ടേഷൻ കൂടി വരും. സോ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ പ്ലസ് π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് ഈ ഓപ്പോസിറ്റ് റേ തന്നെയാണ് കിട്ടുന്നത്. അപ്പോ ഈ പോയിന്റിന്റെ ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? -2, 2n+1 pi plus π/6. Okay, 2n+1 pi plus π/6 -2 ആണ്. അപ്പൊ ഈ ഫോമിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ജനറൽ ഫോംസ് നിങ്ങളോട് ചോദിക്കുക, ഒരേ പോയിന്റിന് തന്നെ ഡിഫറെന്റ് കോർഡിനേറ്റ് പോളാർ കോർഡിനേറ്റ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക ഒന്ന് മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്ന 2π/6 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2, π plus π/6. വെറും π plus π/6 അല്ല, നമ്മൾ π plus π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ π/6 ഓൾറെഡി ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതിന്റെ പ്ലസ് π ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു. ഇനി ഈ π/6നെ കൂടെ 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ഇതേ പോയിന്റിൽ എത്തും. അതാണ് നമുക്ക് ഇതിന്റെ അടുത്ത ഒരു ഫോം ആയിട്ട് കിട്ടുന്നത്, ഇതേ ലൈൻ തന്നെ. ഇനി 3π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഇവിടേക്ക് തന്നെ വന്നു. 4π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ പോയിന്റിലെത്തി. 5π എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റിലെത്തി. അപ്പൊ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ പ്ലസ് π/6 നമുക്ക് ഓപ്പോസിറ്റ് റേയിലേക്ക് തരും. ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ പ്ലസ് π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒറിജിനൽ റേ തന്നെ കിട്ടും. അപ്പൊ ഒരേ പോയിന്റിന് തന്നെ ഡിഫറെന്റ് കോർഡിനേറ്റ് ഫോംസ് നമുക്ക് ഈ രീതിയിലൊക്കെയാണ് പറയാൻ പറ്റുന്നത്. മെയിൻലി 3 എണ്ണമാണ്, 2 എണ്ണത്തിന്റെ ജനറലൈസേഷൻസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ 2, π/6 എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എന്താണ്, ഇതേ പോയിന്റിനെ തന്നെ നമുക്ക് ജനറലൈസേഷൻസ് അല്ല ഡിഫറെന്റ് ഫോംസ് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഇതേ ഫോം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2, 2n π plus π/6 ഇതൊരു ഫോമാണ്. ഓപ്പോസിറ്റ് റേ കിട്ടുന്നത്, ഓപ്പോസിറ്റ് റേനെ നമ്മള് ദാറ്റ് മീൻസ് ഇതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുള്ളതിന്റെ ആ റേനെ നമ്മള് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യിപ്പിച്ചു, അതിന്റെ ഓപ്പോസിറ്റിൽ ട്രാവൽ ചെയ്യിപ്പിച്ചു. അപ്പൊ ഈ പോയിന്റിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേ പോയിന്റ് തന്നെ കിട്ടും ഇഫ് ദെയർ ഡിസ്റ്റൻസസ് ഫ്രം ദ പോൾസ് ആർ സെയിം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം, -2, 2n+1 π plus π/6 ഈ ഫോമിലും പറയാം. അതേമാതിരി തന്നെ 2, ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ദാറ്റ് ഈസ് -2π - π/6. അപ്പൊ ഈ ഡിഫറെന്റ് ഫോംസ്. അപ്പൊ ഇവിടെ r, θനെ നമ്മൾ എങ്ങനെ ചെയ്യാം, r, θ എന്ന് പറയുന്നതിനെ r, 2nπ plus θ, ഇവിടെ -r, 2n+1 π plus θ, ഇവിടെ r, -2π - θ. ഈ 3 ഡിഫറെന്റ് ഫോംസിലാണ് നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരേ r, θനെ ഡിഫറെന്റ് കോർഡിനേറ്റ് ഫോംസ് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണം. അപ്പൊ 4 ഡിഫറെന്റ് ഫോംസ് ഉള്ള ഫോമിലേക്ക് നമുക്ക് ഇവിടെ പറയാം. ഒന്ന് ഒറിജിനലും അതിനെ മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്ന 3 ഫോംസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ പോളാർ കോർഡിനേറ്റ്സിനെ നമുക്ക് റെപ്രസെന്റ്. അപ്പൊ ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, കാരണം നിങ്ങൾക്ക് ഗ്രാഫിക്കലി വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പല ടൈംസിലും നമുക്ക് സിമെട്രി നോക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ എല്ലാതും ഒരേ ഫോമിന്റെ ഒരേ പോയിന്റിന് തന്നെ പല ഫോംസ് ചിലപ്പോൾ നമുക്ക് മാറി മാറി യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഫോംസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയില് നമുക്ക് സിമെട്രി നോക്കാം, എങ്ങനെയാണ് ഒരു ഗ്രാഫിന്റെ സിമെട്രി കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. Okay, thank you.